ലോകത്തെ അമ്പരപ്പിക്കുന്ന, ലോകത്തെ ഭയപ്പെടുത്തുന്ന അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലായ USS എബ്രഹാം ലിങ്കൻ ഇറാൻ തീരത്ത് അടുത്തു. അവിടെ നങ്കൂരമിട്ടിരിക്കുകയാണ് എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കൻ നങ്കൂരമിടുമ്പോൾ മറുപടിയുമായി ഇറാൻ്റെ പടക്കപ്പലും കടലിൽ ഇറങ്ങിയിരിക്കുന്നു. ഇറാൻ്റെ പടക്കപ്പലുകൾ കടലിൽ ഇറങ്ങിയ വാർത്ത ഇറാൻ ദേശീയ മാധ്യമം തന്നെ പുറത്തുവിട്ടു. ഇറാൻ്റെ അഭിമാന പടക്കപ്പലായ ഷിഹിർ ബഹേരി അടക്കമുള്ള പടക്കപ്പലുകളാണ് കടലിൽ ഇറങ്ങിയിരിക്കുന്നത്. എബ്രഹാം ലിങ്കനെ അപേക്ഷിച്ച് ഷിഹിർ ബഹേരി ഒന്നുമല്ല. പക്ഷേ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നതുപോലെ അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാൻ ഷിഹിർ ബഹേരി അടക്കമുള്ള പടക്കപ്പലുകൾക്ക് കഴിയും. അമേരിക്ക ആക്രമണത്തിന് ഒരുങ്ങിയാൽ, എബ്രഹാം ലിങ്കനിൽ നിന്ന് അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ടാൽ അമേരിക്കൻ കപ്പലിനെ തകർക്കാനുള്ള പടക്കപ്പലുകളാണ് ഇറാനും ഇറക്കിയിരിക്കുന്നത്. തങ്ങളുടെ നാവികസേനയുടെ കരുത്ത് ഇറാൻ ഇതിലൂടെ തെളിയിച്ചു. ഷിഹിർ ബഹേരി ഇറാൻ്റെ അത്യന്താധുനിക പടക്കപ്പലാണ്. ആ കപ്പലാണ് ഇപ്പോൾ എബ്രഹാം ലിങ്കന് ബദലായി ഇറാൻ ഇറക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ വെനസ്വലയിൽ കളിച്ചതുപോലെയല്ല ഇറാനിൽ കളിക്കുന്നത് എന്ന് അമേരിക്ക മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. യുദ്ധം രണ്ട് വശത്ത് നിന്നും ആരംഭിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. ഒരു വശത്ത് ഇസ്രായേലും മറുവശത്ത് അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുക. രണ്ട് വശത്തു നിന്നുള്ള അടിയിൽ ഇറാൻ സൈന്യത്തെ IRGCയെ പ്രതിരോധത്തിൽ ആക്കുക. ഇതാണ് അമേരിക്കയുടെ തന്ത്രം. ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം ഇറാൻ വളരെ കരുതലോടെ നീങ്ങുകയാണ്. ലോക വ്യാപാരത്തിൻ്റെ കേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ്റെ പടക്കപ്പലുകൾ എത്തി. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചു എന്ന് ഇതോടെ വ്യക്തമായി. ലോകത്തിലെ പ്രധാന വ്യാപാരങ്ങൾ നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇറാന്റെ അധീനതയിലുള്ള ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ലോകത്തിന് ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ പടക്കപ്പലുകൾ എത്തിക്കഴിഞ്ഞു. ഇനി ഹോർമുസ് കടലിടുക്ക് ബന്ധിക്കും ഇറാൻ. അതോടെ ലോക വ്യാപാരം തകർന്ന് താറുമാറാകും. അങ്ങനെ സാമ്പത്തികമായി ലോകത്തെ അസ്ഥിരപ്പെടുത്തും. അമേരിക്ക തുടങ്ങിവെച്ച യുദ്ധഭീഷണി ഇപ്പോൾ അതിശക്തമായി നിലകൊള്ളുകയാണ്. ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശത്രുക്കൾ രണ്ട് ഭാഗത്തു നിന്നും തങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാന് അറിയാം. എന്നിട്ടും ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുന്നു നട്ടലുള്ള രാജ്യം. അമേരിക്കയ്ക്കെതിരെ വെല്ലുവിളി നിരന്തരം മുഴക്കുന്നുണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അറാഗ്ചി. ഖൊമേനി ബങ്കറിലാണ്, സുരക്ഷിതരാണ്. ജനങ്ങൾക്ക് വേണ്ടി ഷെൽട്ടറുകൾ തുറന്നു കഴിഞ്ഞു ഇറാൻ. യുദ്ധം അനിവാര്യമാണെന്ന് അർത്ഥം. ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള സ്ഥിതിവിശേഷം. അതിനിടയിൽ ഇറാനിൽ നടന്ന സ്ഫോടനങ്ങൾ, ഇറാൻ്റെ ബന്ദർ അബ്ബാസ് എന്ന തുറമുഖ നഗരത്തിൽ നടന്ന സ്ഫോടനങ്ങൾ മൊസാദ് റിക്രൂട്ട് ചെയ്ത സ്ഫോടനങ്ങളാണെന്ന് ഇറാൻ ആരോപിച്ചു. വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും തകർന്നു സ്ഫോടനങ്ങളിൽ. ഇതിന് ഇസ്രായേൽ കണക്ക് പറയേണ്ടി വരുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതും ശ്രദ്ധേയം. ഇറാനിൽ നടന്ന സ്ഫോടനങ്ങളെ ഇറാൻ സൈന്യം ഗൗരവപൂർവ്വം കാണുന്നു. അത് അട്ടിമറിയുടെ ശ്രമമായാണ് ഇറാൻ സൈന്യം വിലയിരുത്തുന്നത്. ചുരുക്കത്തിൽ ഇറാനിൽ അസ്ഥിരത ഉണ്ടാക്കിക്കൊണ്ട് ആക്രമണം നടത്തുക, തന്ത്രപരമായി ആക്രമണം നടത്തുക, ഇതാണ് ലക്ഷ്യം അമേരിക്കയുടെ. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇറാനിൽ സ്ഫോടനങ്ങൾ നടന്നത്. ജനക്കൂട്ടത്തെ ആശങ്കയിൽ ആഴ്ത്തുന്ന സ്ഫോടനങ്ങൾ. ഈ സ്ഫോടനങ്ങൾക്ക് ഇസ്രായേൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുന്നത് അടക്കമുള്ള മാർഗങ്ങളിലേക്ക് അതിവേഗം കടന്നിരിക്കുകയാണ് ഇറാൻ. യുദ്ധത്തിന് അവർ ഒരുങ്ങിത്തന്നെ നിൽക്കുന്നു. തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വയംഭരണാവകാശം സംരക്ഷിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ്. അതാണ് അവരുടെ പ്രത്യേകത.
എന്തായാലും ഇറാന്റെ പടക്കപ്പലുകളും അമേരിക്കയ്ക്ക് വെല്ലുവിളിയായി കടലിൽ ഇറങ്ങുമ്പോൾ യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടുന്ന സ്ഥിതിവിശേഷത്തിൽ എത്തിയിരിക്കുന്നു. യുദ്ധം യഥാർത്ഥത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇറാനിൽ നടന്ന സ്ഫോടനങ്ങൾ യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയാണ്. അതിന് ഇറാൻ തിരിച്ചടിക്കുമോ ഇസ്രായേലിനെ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.